എന്റെ വൈഫിന് അനിയനെ ഒന്ന് പരിചയപ്പെടണമെന്ന് അഖിലിനെ ഞാൻ കൊടുക്കാവേ. അഖിലെ നാട്ടിലെവിടെ? അഖിലെ കണ്ണൂരല്ലേ? ഇവിടെ കിടപ്പുണ്ട്. നാട്ടിലെന്നാ വരിക? ഇങ്ങോട്ട് പറഞ്ഞേ, ഞങ്ങളെ കണ്ടായിരിക്കുമല്ലോ സ്റ്റാർ മാജിക്കില്. പിന്നെ കൊച്ചു TV കാണണം കേട്ടോ. അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി ഏട്ടൻ. ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിന് ഒരുപാട് താങ്ക്സ്. അപ്പൊ അഖിലെ ബൈ, ഇടയ്ക്ക് മെസ്സേജ് അയച്ചോളാം കേട്ടോ. മകളെ ചേട്ടനെ ഒരു ഹെൽപ്പ് ചെയ്യുമോന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാണ് കേട്ടോ. എങ്ങനെയാലും ഒന്ന് പെട്ടെന്ന് അയക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോടാ? 2 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പണി പാളുവോന്നൊരു സംശയം. നല്ല ടെൻഷനേ ഇരിക്കുക ഞാനും വൈഫൊക്കെ. അതുകൊണ്ടാ ഞങ്ങൾ ഉറങ്ങുള്ളൂ. ഞാനും വൈഫും വെയിറ്റ് ചെയ്യാണ്. നിന്റെ കാശ് വന്നിട്ടേ ഞങ്ങൾ ഉറങ്ങുള്ളൂ. കാരണങ്ങൾ പറയുന്നത് കുഞ്ഞിന് വയ്യ, അമ്മായിപ്പൻ വയ്യാതെ ഹോസ്പിറ്റലാണ്, കാര്യങ്ങളാണ്, എനിക്ക് പൈസ അയച്ചു തരണം, പിന്നെ ചിലയിടത്ത് ദാനം കൊടുക്കാനാണ്. ചോദിച്ച് ഇഷ്ടം പോലെ. അതിൽ എന്നെ വിളിച്ച് പറഞ്ഞവർ പറഞ്ഞു, ചേട്ടാ 1 ലക്ഷം രൂപ കൊടുത്തവരുണ്ട്, 2 ലക്ഷം കൊടുത്തവരുണ്ട്, 10,000 കൊടുത്തവരുണ്ട്, 1000 കൊടുത്തവരുണ്ട്, 500 കൊടുത്തവരുണ്ട്. ഇതെല്ലാം ഇപ്പം തരാം, നാളെ തരാം, അല്ലെങ്കിൽ കഴിക്കാൻ ഭക്ഷണത്തിന് പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ചോദിച്ചു മേടിക്കുന്നത്. നമ്മുടെ രേഷ്മ തങ്കച്ചൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വന്ന ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ രേണുസ്തുതി, ഞാനൊരല്പം പോലും താഴില്ല. ഈ വാക്ക് പറഞ്ഞതിന് ശേഷം ദിവസം 2ഉം 3ഉം ഇന്റർവ്യൂ വീതം കൊടുത്ത് പിന്നീട് അങ്ങോട്ട് കത്തിക്കയറുകയായിരുന്നു. വിവാദങ്ങൾ ഉണ്ടാക്കുക, അതിലൂടെ മാക്സിമം ജനശ്രദ്ധ പിടിച്ചുപറ്റുക എന്ന നിലയിലായിരുന്നു രേഷ്മ തങ്കച്ചന്റെ ഓട്ടം. പുതിയ ഓരോ വിവാദങ്ങൾക്കും ഓരോ ദിവസവും അവർ തിരികൊളുത്തുമ്പോൾ സോഷ്യൽ മീഡിയ വളരെ ശക്തമായ മുന്നറിയിപ്പുകൾ അവർക്ക് നൽകിക്കൊണ്ടേയിരുന്നു. ഇത് കൈവിട്ട കളിയാണ്, പണി കിട്ടുമെന്ന്. പക്ഷേ അത്തരം വാക്കുകളൊന്നും അവർ കാണുന്നില്ല, കേൾക്കുന്നില്ല, ഒരുത്തനെയും മൈൻഡ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഈ രീതിയിൽ തന്നെയായിരുന്നു മുൻപോട്ടുള്ള പോക്ക്. എന്നാൽ രേഷ്മ തങ്കച്ചൻ ഇപ്പോൾ നിലനിൽപ്പിന് വേണ്ടി പാടുപെടാൻ പോകുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഭൂതകാല അനുഭവങ്ങൾ മുഴുവനും ഓരോരുത്തരും ചികഞ്ഞു പെറുക്കി സോഷ്യൽ മീഡിയയിൽ നിരത്തി വെക്കുകയാണ്. അവരുടെ സംസാരവും ഭാവവും ഒക്കെ കേട്ടാൽ അവരെന്തോ വലിയ സംഭവമാണെന്ന രീതിയിലാണ്. എന്നാൽ അവരൊരു സംഭവമല്ല എന്ന് മാത്രമല്ല, വെറും തറ ലെവലായിരുന്നു എന്നിപ്പോൾ തെളിയിക്കപ്പെടുകയാണ്. കൊല്ലം സുധി എന്ന കലാകാരനെ ടെലിവിഷൻ സ്ക്രീനിൽ കൂടിയാണ് മലയാളികൾ പരിചയപ്പെട്ടിട്ടുള്ളത്. അയാൾ നല്ലൊരു കലാകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു. എന്നാൽ അകാലത്തിലുണ്ടായ അദ്ദേഹത്തിൻ്റെ വേർപാട് അത് കലയെ സ്നേഹിക്കുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാർക്ക് തീരാ ദുഃഖമായി മാറി. ആ ഒരു വേദന സത്യത്തിൽ വളരെ വ്യക്തമായി മുതലെടുത്ത് മുന്നേറിയ ഒരു വ്യക്തിയാണ് ഈ രേഷ്മ തങ്കച്ചൻ. എന്നാൽ ഇപ്പോൾ കൊല്ലം സുധിയുടെ ഐഡന്റിറ്റിയെ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റിക്കൊണ്ടുള്ള അവരുടെ പേക്കൂത്തുകൾ സത്യത്തിൽ കൊല്ലം സുധിയുടെ കഴിഞ്ഞകാല ജീവിതം പോലും സമൂഹത്തിന്റെ മുൻപിൽ ജനങ്ങൾ തുറന്നിട്ട് കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിച്ചു. അതുകൊണ്ടെന്താ, ഇന്നലകളിൽ കൊല്ലം സുധിയെക്കുറിച്ച് നല്ല വാക്കുകൾ മാത്രം പറഞ്ഞ ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ കൊല്ലം സുധി ആളത്ര ശരിയല്ലായിരുന്നു എന്ന് തിരുത്തി പറയുവാൻ തുടങ്ങി. കൊല്ലം സുധിയുടെ വഴിവിട്ട ജീവിതശൈലിയും സാമ്പത്തിക ക്രമക്കേടുകളും അങ്ങനെ സമൂഹത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്തുവാൻ പാടില്ലാത്ത ലജ്ജാകരമായ ഒട്ടനവധി വിഷയങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുഴുവനും കാരണക്കാരി ഈ രേഷ്മ തങ്കച്ചൻ എന്ന ഒരൊറ്റ സ്ത്രീയാണ്. സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ പ്രതികരിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുത്ത് അവർ മുൻപോട്ട് പോകുവാനും ഏറ്റുമുട്ടി ജയിക്കുവാനും ശ്രമിക്കുമ്പോൾ അവർ മറന്നുപോയത് അവരുടെയും അവരുടെ ഭർത്താവായ സുധിയുടെയും ഇന്നലകൾ സമൂഹത്തിന്റെ മുമ്പിൽ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമായിരുന്നു. ഇപ്പോഴിതാ ഇരുവരുടെയും എല്ലാ ലീലാവിലാസങ്ങളും സമൂഹത്തിന്റെ മുമ്പിൽ അനാവൃതമായി തുറന്നിടപ്പെടുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ വഴിയെ പോയ വയ്യാവേലിയെ പിടിച്ച് മടിയിലിരുത്തിയതുപോലെ ആയിപ്പോയി. ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്നത് സാമ്പത്തിക ക്രമക്കേടുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. പണം കടം വാങ്ങുന്നു, ദൂർത്തടിക്കുന്നു, ആ പണം തിരികെ കൊടുക്കാതിരിക്കുന്നു, പണം ചോദിച്ച ആൾക്കാർ ബുദ്ധിമുട്ടിക്കുമ്പോൾ അവരെ പരിഹസിക്കുന്നു, പ്രാകുന്നു, ഭീഷണിപ്പെടുത്തുന്നു, അവഹേളിക്കുന്നു. അങ്ങനെ അങ്ങേയറ്റം വൃത്തിഹീനമായ സ്വഭാവത്തിന്റെ ഉടമകളായിരുന്നു ഈ കൊല്ലം സുധിയും രേഷ്മ തങ്കച്ചനും എന്നുള്ള ഞെട്ടിക്കുന്ന വോയിസ് ക്ലിപ്പുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രേക്ഷക സമൂഹത്തിന് സത്യത്തിൽ ലജ്ജയാണ് തോന്നുന്നത്. പക്ഷേ നല്ല ഒന്നാം തരം തൊലിക്കട്ടി ആയതുകൊണ്ട്, അതെ, രജിസ്റ്റർ ചെയ്ത തൊലി ആയതുകൊണ്ട് രേഷ്മ തങ്കച്ചനെ ഇതൊന്നും അല്പം പോലും ബാധിക്കുന്നില്ല. കിടപ്പാടമില്ലാതെ വാടക വീടുകളിൽ അലഞ്ഞു നടന്നിരുന്ന ഇവർക്ക് വീട് വെച്ചു കൊടുത്തപ്പോൾ ആ ദാനം കൊടുത്ത ആൾക്കാരെ മുണ്ടുപൊക്കി കാണിക്കുന്ന രീതിയിൽ അവഹേളിച്ച ഇവർ പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാര്യം കാണാൻ വേണ്ടി കഴുതക്കാല് വരെ പിടിച്ചു. പക്ഷേ കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ ആ നന്മ ചെയ്തവരെ എല്ലാം തിരിച്ച് കഴുതയെ പോലെ കണ്ടുകൊണ്ട് സംസാരിച്ചു. എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആ വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് സുധി മരണപ്പെടുന്നതിന് മുൻപ് ഒരു വ്യക്തി പുറത്തുവിട്ട വീഡിയോ ക്ലിപ്പാണ്. ഇപ്പോൾ അത് രാജ് ടോക്ക് എന്ന ചാനലില് രാജേഷാണ് പുറത്തുവിട്ടിരിക്കുന്നത്.
എന്റെ വൈഫിന് അനിയനെ ഒന്ന് പരിചയപ്പെടണമെന്ന്, അഖിലിനെ ഞാൻ കൊടുക്കാവേ. അഖിലെ നാട്ടിലെവിടെ അഖിലെ? കണ്ണൂരല്ലേ? ആ ഇവിടെ കിടപ്പുണ്ട്. നാട്ടിലെന്നാ വരിക? ഇങ്ങോട്ട് പറഞ്ഞേ, ഞങ്ങളെ കണ്ടായിരിക്കുമല്ലോ സ്റ്റാർ മാജിക്കില്. പിന്നെ കൊച്ചു TV കാണണം കേട്ടോ. അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി ഏട്ടൻ. ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിന് ഒരുപാട് താങ്ക്സ്. അപ്പൊ അഖിലെ ബൈ, ഇടയ്ക്ക് മെസ്സേജ് അയച്ചോളാം കേട്ടോ. സൂചാന്റെ കൊടുക്കാം. ചേട്ടനെ ഒരു ഹെൽപ്പ് ചെയ്യുമോന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാണ് കേട്ടോ. എങ്ങനെയാലും ഒന്ന് പെട്ടെന്ന് അയക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോടാ? 2 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പണി പാളുവോന്നൊരു സംശയം. നല്ല ടെൻഷനേ ഇരിക്കുക ഞാനും വൈഫൊക്കെ. അതുകൊണ്ടാ ഞങ്ങൾ ഉറങ്ങുള്ളൂ. ഞാനും വൈഫും വെയിറ്റ് ചെയ്യാണ്. നിന്റെ കാശ് വന്നിട്ടേ ഞങ്ങൾ ഉറങ്ങുള്ളൂ. അത്രത്തോളം ടെൻഷനിലിരിക്കുകയാണ്. അതുകൊണ്ടാണ്. ഇതൊക്കെ ശ്രുതിയുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് താൻ പലരോടും പണം കടം ചോദിക്കുന്ന അല്ലെങ്കിൽ സഹായം ആവശ്യപ്പെടുന്ന വോയിസ് ക്ലിപ്പുകളാണ്. ഇങ്ങനെ അവർ മറ്റുള്ളവരോട് പണം കടം ചോദിച്ചതിന് അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ പലതാണ്. അങ്ങനെ ജീവിത സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ ഒരുപക്ഷെ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യം വന്നേക്കാം. അങ്ങനെയുള്ള പല അവസ്ഥകൾ കൂടി നമ്മിൽ പലരും ഒരുപക്ഷെ കടന്നുപോയിട്ടുമുണ്ടാവാം. ഭൂമിയിൽ ആദ്യമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങുകയും ചെയ്യുന്ന ആദ്യത്തെ ആൾക്കാരൊന്നുമല്ല കൊല്ലം സുധിയും രേഷ്മ തങ്കച്ചനും. ചെറുതും വലുതുമായ തുകകൾ നമ്മളൊക്കെ പലപ്പോഴും പല ആൾക്കാരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ടാവാം. അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങൾ തന്നെയാണ്. അതൊക്കെ മാത്രമേ കൊല്ലം സുധിയുടെയും രേഷ്മ തങ്കച്ചന്റെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. എന്നാൽ ഈ കേൾക്കുന്ന വോയിസിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്ന സമയങ്ങളിൽ ഭാര്യയും ഭർത്താവും കൂടി വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളോട് ഉൾപ്പെടെ നിരന്തരം സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതിനും അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വർദ്ധിച്ചു വരുമ്പോൾ ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് ചിലരുടെയൊക്കെ മുൻപിൽ ഒരു പോംവഴിയാണ്. പക്ഷെ എല്ലാവർക്കും അത് കഴിയില്ല. ജീവിക്കുക, മാക്സിമം പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കുക, ഇതാണ് നല്ലൊരു ശതമാനം ആൾക്കാർ പയറ്റുന്നത്. എന്നാൽ ഇവിടെ ഞാൻ ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് പണം തന്നേ പറ്റൂ എന്നുള്ള വാശി, പണം കൊടുക്കാം എന്ന് പറഞ്ഞ വ്യക്തിക്ക് സമയത്ത് ആ പണം കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ആ വ്യക്തിയെ പള്ളു പറയുകയും മറ്റുള്ളവരെല്ലാം കൃത്യമായി എനിക്ക് പൈസ തരുന്നുണ്ട്, നീ മാത്രം എന്തുകൊണ്ട് തന്നില്ല എന്നുള്ള ഒരു ധിക്കാര മനോഭാവം. എന്തോ തനിക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്, അത് തന്നാലെന്താ എന്ന രീതിയിലുള്ള ചോദ്യം ചെയ്യൽ, ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഒരമ്പരപ്പാണ് ഉണ്ടാകുന്നത്. ഈ ശ്രുതി എന്ന മനുഷ്യനോട് മനസ്സിൽ ഒരല്പം ഇഷ്ടമുണ്ടായിരുന്നു. ഈ വോയിസ് ക്ലിപ്പ് കേട്ടതിൽ കൂടി അത് പതുക്കെ അങ്ങ് നഷ്ടമാവുകയാണ്. ഈ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറി മറിയുന്ന സമയത്ത് സംഭവിച്ചു പോകുന്നതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് നമുക്ക് മുൻപേ കേട്ട ആ വോയിസ് നോട്ട് അങ്ങ് വിട്ടുകളയാം. പക്ഷേ ഇനി അടുത്തത് വരാൻ പോകുന്നു ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇല്ലായ്മ രൂക്ഷമായപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നപ്പോൾ പട്ടിണിയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി കടം വാങ്ങിയതല്ല, പകരം ലക്ഷങ്ങൾ പലരോടും ചോദിച്ചു വാങ്ങി. 1ഉം 2ഉം ലക്ഷം കൊടുത്തവരുണ്ട്, 1000ഉം 10,000ഉം 500ഉം ഒക്കെ കൊടുത്ത ആൾക്കാരുണ്ട്. എന്നാൽ ഈ പണമൊക്കെ വാങ്ങി ദൂർത്തടിക്കുകയായിരുന്നു അത്രേ. കണ്ടു കഴിഞ്ഞാൽ 10-200 വോയിസ് നോട്ടിന് മേലുണ്ട് പലരോട് അയച്ചതും ഇതേപോലെ രീതിയിൽ പൈസ ചോദിക്കുന്നതും കാര്യങ്ങളും. മരുന്ന് മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണങ്ങൾ പറയുന്നത് കുഞ്ഞിന് വയ്യ, അമ്മായിപ്പൻ വയ്യാതെ ഹോസ്പിറ്റലാണ്, കാര്യങ്ങളാണ്, എനിക്ക് പൈസ അയച്ചു തരണം, പിന്നെ ചിലടത്ത് ദാനം കൊടുക്കാനാണ്. ചോദിച്ച് ഇഷ്ടം പോലെ. അതിൽ എന്നെ വിളിച്ച് പറഞ്ഞവർ പറഞ്ഞു, ചേട്ടാ 1 ലക്ഷം രൂപ കൊടുത്തവരുണ്ട്, 2 ലക്ഷം കൊടുത്തവരുണ്ട്, 10,000 കൊടുത്തവരുണ്ട്, 1000 കൊടുത്തവരുണ്ട്, 500 കൊടുത്തവരുണ്ട്. ഇതെല്ലാം ഇപ്പം തരാം, നാളെ തരാം, അല്ലെങ്കിൽ കഴിക്കാൻ ഭക്ഷണത്തിന് പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ചോദിച്ചു മേടിക്കുന്നത്. സുധി, അതൊക്കെ കുറച്ച് ഓവറാണ്. നിന്റെ വീട്ടിൽ കഞ്ഞി വെക്കാനില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ നിനക്ക് പട്ടിണിയായിട്ട് നീ മേടിച്ച എമൗണ്ട് വളരെ ചെറുതായിരുന്നെങ്കിൽ ഞാനൊന്നും വന്നതിന് നിന്നെ കുറ്റം പറയില്ലായിരുന്നു. നീ ലക്ഷങ്ങൾ മേടിച്ചത് നിന്റെ ദുർനടപ്പ് അല്ലെങ്കിൽ നിനക്ക് ആഘോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ വാങ്ങിയ പൈസയാണെന്നുള്ളത് നിന്റെ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. നേരം അത് നിന്റെ പേഴ്സണൽ കാര്യമാണ്. നീ 2 കെട്ടിയോ 3 കെട്ടിയോ 10 കെട്ടിയാലോ അല്ലെങ്കിൽ നീ വെളുപ്പ് തൊട്ട് വൈകിട്ട് വരെ വെള്ളം അടിച്ച് നടക്കുന്നൊന്നും കുഴപ്പമില്ല. പക്ഷെ ആരാന്റെ കാശിന് ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് ഇതുപോലെ ജനങ്ങൾ തിരിച്ചു പറയുന്നത്. അപ്പൊ അത് കേൾക്കാൻ ബാധ്യസ്ഥനായപ്പോ ഒരിക്കലും ന്യായീകരിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഭാര്യയും ഭർത്താവും കൂടി ജീവിതത്തിന്റെ ഇല്ലായ്മയുടെ കഥകൾ പറഞ്ഞു മറ്റുള്ളവരുടെ കരളലിയിപ്പിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്നും നല്ല രീതിയിൽ പണം വാങ്ങി. ആ പണം അവർക്ക് മടക്കി നൽകിയില്ല എങ്കിൽ ആ പണം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയോ നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിന് വേണ്ടിയോ എന്തെങ്കിലും ഒരു കരുതൽ നടത്തിയിട്ടുണ്ടോ? അതുമില്ല. എല്ലാം ദൂർത്തടിച്ചു ചിലവഴിച്ചു. ആഡംബരവും വഴിവിട്ട ജീവിതശൈലിയും, ചുരുക്കി പറഞ്ഞാൽ വല്ലവന്റെയും ചിലവിൽ ലാവിഷായിട്ട് നിങ്ങൾ ജീവിക്കുകയായിരുന്നു. മറ്റുള്ളവൻ വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം കടം വാങ്ങി ദൂർത്തടിച്ച് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാർക്കാണ് ക്ഷമിക്കാൻ പറ്റുക? നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരാൾ പ്രാരാബ്ദവും ദുരിതവും പറഞ്ഞ് 100 രൂപ കടം വാങ്ങിയിട്ട് ആ പണവുമായി നേരെ ഷാപ്പിൽ പോയി ചാരായം കുടിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ അത് കാണുന്ന നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക?
ഇത് തന്നെയാണ് ഈ പണം കടം കൊടുത്ത ആൾക്കാരുടെയും പ്രശ്നം. അവരറിഞ്ഞു ഈ പൈസയൊക്കെ കൊണ്ട് ഇവിടെ ദൂർത്തടിച്ചു തീർക്കുകയാണെന്ന്. ഭാര്യയുടെയും ഭർത്താവിന്റെയും കൂടി 10-200-ലധികം വോയിസ് ക്ലിപ്പുകളാണ് ഇയാൾ ഈ വീഡിയോയിൽ പ്രദർശിപ്പിക്കുന്നത്. എല്ലാം കടം ചോദിക്കുന്നതിൻ്റെതാണ്. ആരോടൊക്കെയാണ് ഈ കടം വാങ്ങുന്നതെന്ന് ഒടുവിൽ അവർക്ക് തന്നെ അറിയില്ല. വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരോട് പാടും ദുരിതവും പ്രാരാബ്ദവും ഒക്കെ പറഞ്ഞ് നിരന്തരം പണം അങ്ങനെ വാങ്ങുന്നു. എന്നിട്ട് അതെല്ലാം ആഡംബരം കാണിച്ച് അടിച്ചു പൊളിച്ചു തീർക്കുകയാണ്. അല്ല, രേഷ്മ തങ്കച്ചൻ ഇതൊക്കെ കാണുന്നുണ്ടോ? നിങ്ങളുടെയും നിങ്ങളുടെ ഭർത്താവായ സുധിയുടെയും കാര്യമാണ് ഈ പറയുന്നത്. എവിടെ കാണാനാ? സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒന്നും കാണാത്ത ആളല്ലേ. പിന്നെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുന്നത് മാത്രമേ നോക്കാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ നല്ല സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇന്നലകളിലെ ലീലാവിലാസങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബാക്കി കൂടി കേൾക്കാം. ഇനി ഇതിൽ തന്നെ വൈഫ് ഇത്രയും സ്നേഹത്തോടുകൂടിയൊക്കെ സംസാരിക്കുന്ന അതേ വൈഫ് തന്നെ ചില ഭാഗങ്ങളിൽ തിരിച്ചു പറയുന്ന ചില സംഭവങ്ങളുണ്ട്. അതും കേട്ടു നോക്കാം നമുക്ക്. എടാ നീയൊക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. അംജിത്ത, നീ എന്നാവർത്ത, നീ ആര? ചേച്ചി വളരെ ചൂടിലാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കാശ് തിരിച്ചു ചോദിച്ചു പോയല്ലോ. എടാ അംജിത്തെ, എന്നും കുന്നും ഞങ്ങൾ ഇങ്ങനെയൊന്നും കിടക്കത്തില്ല. ഞങ്ങൾക്ക് പൈസ വരുമ്പോ ആ പെണ്ണിന്റെ 10-14 രൂപയുള്ളൂ. അതങ്ങ് കയ്യിലോട്ടങ്ങ് ഇത് രണാസുനയുടെ വാക്കുകളാണ്. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അവന്റെ കയ്യിൽ വെക്കാതെ ചോദിച്ചപ്പോൾ കൊടുത്തുപോയി. ഒടുവിലിപ്പോൾ വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടുത്ത് വെച്ചതുപോലെ ആയിപ്പോയി. പണം തിരികെ ചോദിച്ചതാണ് ഇവിടുത്തെ പ്രശ്നം. വെറും 14,000 രൂപയേ ഉള്ളൂ. അതങ്ങ് തിരിച്ചു തരും പോലും. എടാ അംജിത്തെ, രണാസുനായിക്ക് 14,000 രൂപയൊക്കെ വെറും പുല്ലായിരുന്നു അന്ന്. എന്തൊരു നാണം കെട്ട വർത്തമാനമാണ് നമ്മുടെ രണാസുന പറയുന്നത്. ഈ വോയിസ് ക്ലിപ്പ് അന്ന് കേട്ട അംജിത്ത് എന്നയാളുടെ മാനസികാവസ്ഥ, ആ സമയത്ത് അയാളുടെ മാനസികാവസ്ഥ നിങ്ങളിൽ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കയ്യിൽ കിടക്കേണ്ട പൈസ എടുത്ത് കഷ്ടത കണ്ടുകൊണ്ട് കൊടുത്തതാണ്. എന്നിട്ട് തിരികെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവന്റെ തള്ളയ്ക്ക് പറയുന്ന സാഹചര്യം. ഇത്തരത്തിൽ പണി കിട്ടുന്ന ആൾക്കാരാണ് കഴിഞ്ഞ ആഴ്ച ഫിറോസ് പറഞ്ഞതുപോലെ ആവർത്തിച്ച് പറയുന്നത് ഇനി ജീവിതത്തിൽ ഒരൊറ്റ ഒരുത്തിന് 10 പൈസ കടം കൊടുക്കില്ല എന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഈ പരിപാടി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കാലങ്ങളായി ഇത് തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ട ആൾക്കാരെയൊക്കെ പൊന്നെ പോറ്റി പറഞ്ഞ് കയ്യും കാലും പിടിച്ച് അവരുടെ കയ്യിൽ നിന്നും മേടിക്കാവുന്നതിന്റെ പരമാവധി മേടിച്ചെടുക്കും. എന്നിട്ട് അവർ തിരികെ അത് ചോദിക്കുമ്പോൾ അവഹേളിക്കുക, ഭീഷണിപ്പെടുത്തുക, ആക്ഷേപിക്കുക. കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നവൻ അത് നമുക്ക് തരുമ്പോൾ അവൻ പറയുന്ന സമയത്ത് അത് മടക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ അവൻ ചൂടാവും. അങ്ങനെ ചൂടായാൽ തൽക്കാലം അത് കേട്ടുകൊണ്ട് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പരിഹാരം. അല്പമെങ്കിലും വെളിവും ബോധവുമുള്ളവൻ കാല് പിടിച്ച് കാര്യം പറയും. ദയവ് ഇത് അപമാനിക്കരുത്, കുറച്ച് ദിവസം കൂടി തരണം, ഈ പൈസ ഞാൻ മടക്കി തരാം. എന്നാൽ വിവേകമെന്നുള്ളത് വഴിയെ പോലും പോയിട്ടില്ലാത്ത ഇതുപോലെയുള്ള ചില അപൂർവം ഐറ്റങ്ങൾ ഇത്തരം ചെറ്റവർത്തമാനങ്ങൾ പറഞ്ഞു കളയും. എടാ നീയൊക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. അംജിത്ത, നീ എന്നാവർത്ത, നീ ആര? എടാ അംജിത്തെ, നീ ആരാന്നാടാ നിന്റെ വിചാരം? നിന്നോട് രണാസുന കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ കാശ് വാങ്ങിച്ച് ഞങ്ങൾ പൊട്ടടിച്ചിട്ടുണ്ടെങ്കിൽ രണാസുനായെ ഇനി നീ ഒരുപാട് അറിയാനുണ്ടനിയാ. കാരണം ഈ രണാസുനായാണ് ഇപ്പോൾ സെലിബ്രിറ്റി ആയിട്ട് ഞെളിഞ്ഞു നടക്കുന്നത്. ഈ പൈസയൊക്കെ കൊടുത്ത ആൾക്കാർ കിട്ടാതെ വന്നപ്പോൾ അത് എഴുതി തള്ളിയിട്ടുണ്ട്. എന്നാൽ ഇന്നിവർ ഈ കാണിക്കുന്ന നാടകങ്ങളൊക്കെ കാണുമ്പോൾ അവർ വീണ്ടും പുറത്തു വരികയാണ്. പഴയതൊന്നും അവർ മറന്നിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ ഈ സമയത്താണ് അവർ പൊക്കിക്കൊണ്ടുവരുന്നത്. ഇതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഒരുക്കിയതാണ്. ഞാൻ രേണു സുധി, ഞാൻ ഒട്ടും താഴില്ല, ഇത് പറഞ്ഞു വെല്ലുവിളിച്ച് മുൻപോട്ടിറങ്ങിയപ്പോൾ ഇത്തരത്തിലുള്ള പണികൾ വരുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. എന്തായാലും കഴിഞ്ഞിട്ടില്ല. ബാക്കി കൂടി നമുക്ക് കേൾക്കാം. എന്നെപ്പോലൊരു സെലിബ്രിറ്റിയെ താനൊരു 4 ദിവസമായിട്ടിട്ട് പറ്റിക്കുകയാണെന്ന് തന്നെ ചേട്ടൻ പറയുള്ളൂ. ഗൾഫിൽ നിന്ന് എന്നെ എൻ്റെ സുഹൃത്തുക്കള് ഏകദേശം ഒരു 3 മാസം മുമ്പ് വരെ എല്ലാവരും 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പ് ക്യാഷ് എല്ലാവരും ചെയ്തു തന്നാണ്. കഴിഞ്ഞാൽ നീ ഇങ്ങെടുത്താ അത് ഞാൻ ആദ്യം മേടിക്കാം, എന്നിട്ട് ഞാൻ നിനക്കുള്ള പണി അങ്ങോട്ട് തരാം കേട്ടോ. പക്ഷെ നീ എൻ്റെ അടുത്ത് ഈ 3-4 ദിവസമായിട്ട് കാണിച്ച ഊമ്പിത്തരത്തിന് നിന്റെ അടുത്ത് ദൈവം ചോദിച്ചോളൂ കേട്ടോ. രണ്ടാമത്തെ അങ്ങോട്ടുള്ള പണി ഇങ്ങോട്ടുള്ള പണിയൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം കേട്ടോ. ആദ്യം നീ ഇങ്ങോട്ട് പണിതാ, എന്നിട്ട് ഞാൻ നിനക്കിട്ടുള്ള പണി അങ്ങോട്ട് തരാം കേട്ടോ. ഈ കാണിക്കണതുണ്ടല്ലോ, ആര് പറഞ്ഞിട്ടാണെങ്കിലും ശരി, ഈ ചെയ്യണ ദൈവദോഷത്തിന് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ആർട്ടിസ്റ്റാണ് ഞാൻ. എൻ്റെ അടുത്ത് ഈ കാണിച്ച ദൈവദോഷത്തിന് നീ അനുഭവിച്ചില്ലെങ്കിൽ എൻ്റെ പേര് നീ മാറ്റിയിട്ടോ. നീ എന്നെ കൊല്ലം കൂതിന്ന് വിളിച്ചോ കേട്ടോ.
ഇയാളുടെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ കൊല്ലം സുധിയോട് ആരൊക്കെയോ വലിയ ദ്രോഹങ്ങൾ ചെയ്തതുപോലെയാണ് തോന്നുന്നത്. ദൈവം കണക്ക് പറയും അത്രേ. കടം വാങ്ങിയ കാശ് ചോദിച്ചപ്പോൾ തിരികെ കൊടുക്കാതെ ഉടായിപ്പ് കാണിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ പൈസ കൊടുത്ത പല ആൾക്കാരും മുഷിഞ്ഞു സംസാരിച്ചിട്ടുണ്ട്. കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ കലാജീവിതത്തെ തന്നെ ഉടായിപ്പാണെന്ന് പറഞ്ഞ് ചിലർ ആക്ഷേപിച്ചിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ പ്രതിഷേധമാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തുന്ന വാക്കുകൾ. മൺമറഞ്ഞു പോയൊരു മനുഷ്യനാണ് അയാൾ. അയാൾക്ക് പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം അയാളുടെ മരണത്തോടു കൂടി മൺമറയണമായിരുന്നു. പക്ഷേ ഇപ്പോഴും അയാൾ വേട്ടയാടപ്പെടുകയാണ്. ഇതെല്ലാം രേഷ്മ തങ്കച്ചൻ പറയിപ്പിച്ചതാണ് കേട്ടോ. പൂർവ്വകാല ചരിത്രങ്ങൾ എല്ലാം ആൾക്കാർ ചികഞ്ഞു പെറുക്കി പുറത്തു കൊണ്ടുവരികയാണ്. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വാർത്തകൾ പുറത്തു വരും. കഴിഞ്ഞ ദിവസം താജ് പത്തനംതിട്ട പറഞ്ഞിരുന്നു കണ്ടമാനം തെളിവുകൾ അയാളുടെ കയ്യിലുണ്ടെന്ന്. മാത്രവുമല്ല, ഒരു ക്യാൻസർ പേഷ്യന്റിനാണ് എന്ന് പറഞ്ഞ് ആരുടെയോ കയ്യിൽ നിന്നും 50,000 രൂപ അടിച്ചു മാറ്റി. ആ പൈസ കൊണ്ട് പൊട്ടടിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഈ രേഷ്മ തങ്കച്ചൻ എന്ന ഉൽപ്പന്നം ഫുൾ ഉഡായിപ്പാണ്. ഇവരെക്കുറിച്ച് കൊല്ലം സുധിയുടെ 2ാം ഭാര്യയായിരുന്ന വീണ പറഞ്ഞത് ഇവർ ഇന്റർനാഷണൽ ഫ്രോഡാണെന്നായിരുന്നു. അത് 100% സത്യമായിരുന്നു എന്ന് തെളിയിക്കുന്ന വോയിസ് നോട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബാക്കി കൂടി കേൾക്കാം. അപ്പൊ ഈ തുടക്കത്തിൽ നിങ്ങളോട് ഇത്രയും സംസാരിച്ച നല്ലവരെ ചേച്ചി അവസാനം പൈസ തിരിച്ചു വയ്ക്കാൻ തുടങ്ങുമ്പോൾ ചേച്ചിയുടെ ടോണും മാറിയിട്ടുണ്ട്. അത് വന്ന് സബിനാണേലും ആരാണേലും ഞങ്ങളാരെങ്കിലും പറഞ്ഞിട്ടാണോ പൈസ കൊടുത്തതും കാറ് കൊടുത്തതും ഒക്കെ സുധിച്ചേട്ടൻ സെലിബ്രേറ്റ് ചെയ്യാ? പുള്ളിയുടെ കയ്യിൽ ഈ ഒരു വർഷമായിട്ട് ഇത്രയും ബുദ്ധിമുട്ടാ. അതൊന്നും അറിയാൻ നിങ്ങൾ വന്ന് തല വെച്ച് കൊടുത്തിട്ട് പിന്നെ എന്നോട് എന്തിനാ പറഞ്ഞത്? കറക്റ്റാണ് ചേച്ചി പറഞ്ഞത്. ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ചിരുന്ന് പിരിവുകൾ നടത്തിയതിന്റെ വോയിസ് ക്ലിപ്പുകളാണ് മുമ്പേ നമ്മൾ കേട്ടത്. ഇപ്പോൾ പറയുകയാണ് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടാണോ നിങ്ങൾ പോയി തല വെച്ചു കൊടുത്തതെന്ന്. അയാൾ സെലിബ്രിറ്റി ആണ് എന്ന് കണ്ട് നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തു. അയാളുടെ പാട്ടിന് പോയി. നിങ്ങൾ പോയി അയാളോട് മേടിക്ക്. അല്ലാതെ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞിട്ട് യാതൊരു രക്ഷയുമില്ല. ഇങ്ങനെയൊക്കെ പറയാൻ ചില്ലറ തൊലിക്കെട്ടി ഒന്നും അല്ല വേണ്ടത്. എന്തായാലും സോഷ്യൽ മീഡിയയിലെ വൈറൽ കണ്ടന്റായി നിൽക്കുന്ന രണാസുന എന്ന രേഷ്മ തങ്കച്ചന്റെ യഥാർത്ഥ ക്യാരക്ടർ അതെന്താണെന്നും ഇന്നലകളിൽ അവരെന്തായിരുന്നുവെന്നും വളരെ വ്യക്തമായി അവരുടെ വാക്കുകളിൽ കൂടി തന്നെ സമൂഹം ഇപ്പോൾ തിരിച്ചറിയുകയാണ്. ഇവിടെ 100% തികവുള്ളവരൊന്നും ആരുമില്ല. എല്ലാ മനുഷ്യരിലും എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി പലരും അല്ലറ ചില്ലറ ഉടായ്പകളൊക്കെ ചെയ്തെന്നിരിക്കും. പക്ഷേ പാല് കൊടുത്ത കൈക്ക് തന്നെ വീണ്ടും വീണ്ടും കൊത്തിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കൊണ്ട് വലിയ വായിൽ മേനി പറയുന്നത് കേൾക്കുമ്പോഴാണ് പെരുവിരൽ മുതൽ അങ്ങോട്ട് ചൊറിഞ്ഞു കയറുന്നത്. ഇതൊന്നും പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളല്ല, പക്ഷെ പറയിപ്പിക്കുകയാണ്. ഒരു കൊല്ലം സുധിയും ഒരു കൂട്ടം വാവൂട്ടന്മാരും കാരണം സാധാരണക്കാർക്ക് സോഷ്യൽ മീഡിയ തുറക്കാൻ പോലും പറ്റുന്നില്ല. അതെ, ഈ പേക്കൂത്തുകളൊക്കെ കണ്ടിട്ട് കഴിഞ്ഞ ദിവസം ഒരാൾ എഴുതിയൊരു കമന്റ് അത് വല്ലാതെ ചിരിപ്പിച്ചു. അതിങ്ങനെയായിരുന്നു: ഇപ്പോഴോർക്കുകയാണ് ആ പാമ്പ് കളിക്കുന്ന പഴയ നോക്കിയയുടെ ഫോൺ മതിയായിരുന്നു എന്ന്. ഇതിപ്പോൾ ഏത് സമയത്തും ഫേസ്ബുക്കും യൂട്യൂബും തുറന്നാൽ ഈ അലവലാതിയുടെ മോന്ത മാത്രമേ കാണാനുള്ളൂ. ഇത് ലക്ഷക്കണക്കിന് കമന്റുകളിൽ ഒന്നു മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ എന്താണെന്ന് നമുക്കറിയാമല്ലോ. എന്തായാലും കളിച്ചിപ്പോൾ കളി കാര്യമായിരിക്കുകയാണ്. ഇനിയും ഗൂഢമായത് പലതും വെളിപ്പെട്ടു വരുവാനും ഇരിക്കുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം എവിടം വരെ പോകുമെന്ന്.